ഭാവി പ്രവചിച്ച സിനിമകളെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ്. ആ സീരീസിൽ 2 എപ്പിസോഡുകൾ ചെയ്തിട്ടുമുണ്ട്. ശിവാജിയിലെ നോട്ട് നിരോധനം, മക്കൾ മഹാത്മ്യത്തിലെ ഡീസൽ ഓട്ടോ, മീശ മാധവനിലെയും സീനിയർ മാൻഡ്രേക്കിലെയും ബില്ലാത്തന്റെ മരണം, ശ്രീകണ്ഠപുരത്ത് നക്ഷത്ര തിളക്കത്തിലെ 50 ടിവിയെ കുറിച്ചൊക്കെയായിരുന്നു ആ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത്. സിനിമകളിൽ ചില ഐഡിയകൾ കാണിക്കുകയും പിന്നീട് അത് സംഭവിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ചില സിനിമാ രംഗങ്ങൾ പിന്നീട് സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില സിനിമാ രംഗങ്ങളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചുമാണ് ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. സന്ദേശം പോലെ തന്നെ രാഷ്ട്രീയത്തെ എതിർക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന സത്യനന്ദിക്കാടിന്റെ മറ്റൊരു ചിത്രമാണ് ഒരു ഇന്ത്യൻ പ്രണയകഥ. ആ സിനിമയിലെ ഏറ്റവും ഫേമസ് ആയ രംഗമാണ് ഐമനം സിദ്ധാർത്ഥൻ എന്ന ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച കഥാപാത്രം ഒരു റാലിക്കിടെ പോലീസ് വരുമ്പോൾ ഓടുന്നത്. ഇപ്പോഴും ഒരുപാട് മീമുകളിൽ ആ രംഗം ഉപയോഗിക്കാറുണ്ട്. 2013 ഈ സിനിമ റിലീസാകുന്നത്. എന്നാൽ 2016 ഈ രംഗത്തോട് സാമ്യമുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. UDFിലെ പ്രബല കക്ഷിയായ മുസ്ലിം ലീഗിന്റെ സ്റ്റുഡന്റ് വിങ് ആയ മുസ്ലിം സ്റ്റുഡന്റ് ഫെഡറേഷന്റെ ഒരു നേതാവാണ് ഇത്തരത്തിൽ ഓടിയത്. അവർ കോഴിക്കോട് നടത്തിയൊരു മാർച്ചിനിടയിലായിരുന്നു ഷർഫുദ്ദീൻ എന്നൊരു നേതാവ് പോലീസിനെ കണ്ടപ്പോൾ ഇത്തരത്തിൽ ഓടിയത്. ആ ഗാനരംഗത്തിൽ ഐമനൻ സിദ്ധാർത്ഥൻ ഓടുന്ന പോലെയാണ് ഈ നേതാവും ഓടിയത്. ഐമനൻ സിദ്ധാർത്ഥൻ ഓടിയതിനു ശേഷവും ചില രംഗങ്ങൾ ഉണ്ടായിരുന്നു. സിനിമയിൽ നിന്നും അത് കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. പിന്നീട് യൂട്യൂബിൽ വന്ന ആ ഗാനരംഗം ഇത്തരത്തിലായിരുന്നു. വാളെടുക്കണം, വലവിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൾമടക്കണം. പോലീസിന്റെ അടിയൊന്നും കിട്ടിയില്ലെങ്കിലും ഹോസ്പിറ്റലിലെത്തി മുറിവെല്ലാം കെട്ടിവരുന്ന ഐമനം സിദ്ധാർത്ഥൻ. ചോരക്ക് പകരം മഷിക്കുപ്പി ഉപയോഗിക്കുന്ന പോലെ ഈ ഒരു ടെക്നിക്കും ഒരുപാട് രാഷ്ട്രീയക്കാർ പിന്നീട് ഉപയോഗിച്ചിട്ടുണ്ട്. ഐമനം സിദ്ധാർത്ഥനോട് സാമ്യം തോന്നിക്കുന്ന ഒരു രംഗമായിരുന്നു ഷാഫി പറമ്പിലിന്റെ ഈ ഒരു രംഗം. 2025 സജിൻ ഗോപു നായകനായി അഭിനയിച്ച ചിത്രമായിരുന്നു പൈങ്കിളി. ആ സിനിമ കണ്ട ശേഷം പുറത്തിറങ്ങിയ ചന്തു സലീം കുമാർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്റെ വരവ് പോക്കൊന്നുമല്ലല്ലോ. എന്റെ ആദ്യത്തെ വരവ് തന്നെ അച്ഛന്റെ മേലായിരുന്നു. താരങ്ങൾ ഉണ്ടാകുന്നത് ഇതുപോലുള്ള അഭിനേതാക്കൾ ഇങ്ങനെ പെർഫോം ചെയ്ത് വരുമ്പോഴാണ്. ബുദ്ധിയുള്ള ഫിലിം മേക്കേഴ്സാണ് താരങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാനല്ല താരം, സജിൻ ഗോപു താരം. തന്റെ ആദ്യത്തെ വരവ് തന്നെ അച്ഛന്റെ മേൽവിലാസത്തിലായിരുന്നു എന്ന് ചന്തു പറയുന്നുണ്ട്. അത് 2009 റാഫി മെക്കാട്ടിൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ ലവിംഗ് സിംഗപ്പൂരിൽ ചന്തു സലീം കുമാർ അഭിനയിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. ആ സിനിമയിൽ സലീം കുമാറിന്റെ കഥാപാത്രമായ ഷുക്കൂറിന്റെ ചെറുപ്പകാലം അഭിനയിച്ചത് ചന്തു സലീം കുമാർ ആയിരുന്നു. ഇത് ഞങ്ങളുടെ ഏരിയ, ഇവിടെ ഒന്ന് പെറുക്കിയ അടിച്ച് പാട്ടം തിരിക്കും. ഞങ്ങളൊക്കെ രാവിലെ ബിരിയാണി അടിച്ചാണ് പറക്കണേ. ഇങ്ങോട്ട് താടാ മച്ചു. ചന്തു സലീം കുമാർ തിയേറ്ററിന് മുമ്പിൽ നിന്ന് പറഞ്ഞ വാചകങ്ങളെല്ലാം തന്നെ ഒരു സിനിമയിൽ നിന്നുള്ളതാണ്. എന്റെ വരവും പോക്കൊന്നുമല്ലല്ലോ. ഇത് സരോജ് കുമാറിന്റെ 2ാം വരവായി കണക്കാക്കാമോ? എന്റെ വരവും പോക്കൊന്നുമല്ല വിഷയം. ഉദയനാണ് താരം സിനിമയിൽ ശ്രീനിവാസൻ അവതരിപ്പിച്ച സരോജ് കുമാർ ക്ലൈമാക്സ് ഭാഗത്ത് പറയുന്ന ഡയലോഗാണ്. ആദ്യത്തെ വരവ് തന്നെ അച്ഛന്റെ മേലായിരുന്നു. എന്റെ ആദ്യ വരവ് തന്നെ ഉദയഭാനുവിന്റെ തിരക്കഥ മോഷ്ടിച്ചോണ്ടായിരുന്നു. സിനിമയുടെ പ്രൊമോഷന് വേണ്ടി മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ടാണ് ചന്തു സലീം കുമാർ ആ ഡയലോഗ് അവിടെ പറഞ്ഞത്. താരങ്ങൾ ഉണ്ടാകുന്നത് ബുദ്ധിയുള്ള ഫിലിം മേക്കേഴ്സാണ് താരങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാനല്ല താരം, സജിൻ ഗോപു താരം. താരങ്ങളെ സൃഷ്ടിക്കുന്നത് വിവരമുള്ള ഫിലിം മേക്കേഴ്സാണ്. അവരാണ് യഥാർത്ഥ താരങ്ങൾ. ഉദയനാണ് താരം, ഞാനല്ല. 1999 അർജുൻ, മനീഷ കൊയ്രാള എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ശങ്കർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് മുതൽവൻ. ശങ്കർ തന്നെ സംവിധാനം ചെയ്തുകൊണ്ട് ആ ചിത്രത്തിന് 2001 ഒരു ഹിന്ദി വേർഷനും ഉണ്ടായിരുന്നു. നായക് എന്നായിരുന്നു ആ സിനിമയുടെ പേര്. പ്രശസ്തനായ സംവിധായകനും നടനുമായ അനുരാഗ് കശ്യപ് ആയിരുന്നു ഹിന്ദി സിനിമയുടെ ഡയലോഗുകൾ എഴുതിയത്. ആ ഹിന്ദി സിനിമ തുടങ്ങുമ്പോൾ തന്നെ ചില മലയാളം ഡയലോഗുകളും പറയുന്നുണ്ട്. 99 ഇറങ്ങിയ ആ സിനിമയിലെ ഒരു രംഗം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില പാവങ്ങളുടെ വീടുകൾ സന്ദർശിക്കുകയും അവിടെ വെച്ച് ചായ കുടിക്കുകയും ചെയ്യുന്ന ഒരു PR വർക്ക് ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു വീട്ടിൽ വെച്ചുകൊണ്ടായിരുന്നു അതുപോലെ ഒരു രംഗമുണ്ടായത്. और गैस कब से मिला है? ये कल मिला है. कल मिल गया. लाइटें कब लगवाई गई यहाँ? आप आने वाले थे ना, इसलिए परसों ही लगाया है. സിനിമയിലേതുപോലെ തന്നെ മോഡി വരുന്നതിന്റെ ഒരു ദിവസം മുമ്പാണ് അവർക്ക് ഗ്യാസ് കിട്ടിയതെന്നാണ് പറയുന്നത്. 2011 ഇന്ദ്രജിത്ത്, കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു 3 കിങ്സ്. ഹലോ, ഞാൻ പറഞ്ഞു കേൾക്കാം. എനിക്ക് കേൾക്കാൻ മുതലാളി. 2007 പുറത്തിറങ്ങിയ ധമാൽ എന്ന ഹിന്ദി സിനിമയിൽ നിന്നും ഇൻസ്പയർ ചെയ്താണ് ആ സിനിമ ഉണ്ടാക്കിയത്. ആ സിനിമയാണെങ്കിലോ
1963 ഹോളിവുഡ് സിനിമയായ ഇറ്റ്സ് മാഡ് 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 വേൾഡ് എന്ന സിനിമയിൽ നിന്നും ഇൻസ്പയർ ചെയ്താണ് ഉണ്ടാക്കിയത്. വിജയവാഡ അല്ലുడు గొప్ప എന്നാൽ ത്രീ കിങ്സിൽ ഇല്ലാത്ത ഒരു രംഗം ധമാൽ സിനിമയിൽ ഉണ്ടായിരുന്നു. कुछ कंट्रोल में है रोय. सर हम इस वक्त भारत के सबसे सुरक्षित जगह पर खड़े हैं. 2007 ഈ ഒരു രംഗം 2025 പിന്നീട് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ സ്ഫോടനം നടക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ചില കാര്യങ്ങൾ ഒരാൾ പറയുന്നുണ്ട്. मोदी की सरकार है, मोदी की सरकार में हर डिपार्टमेंट को ये दे दिया गया है, अलर्ट कर दिया गया है कि अब इस तरह का कोई घटना नहीं होगा. कोई भी अगर आता है बम फोड़ने के लिए तो वहीं बॉर्डर पर ही उसको खलास कर दिया जाता है. ധമാൽ സിനിമയിലെ ആ രംഗവുമായി ഏറെ സാമ്യമുള്ള ഒരു യഥാർത്ഥ സംഭവമായിരുന്നു അത്. ഇതുപോലെയുള്ള സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.